നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നും ഉള്ള ഊർജം കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ് ആണ് ഡിസ്കസ് ചെയ്തത്. ലാലാജി മഹാരാജിൻ്റെ സഹജമാർഗത്തിലെ ആദ്യ ഗുരുവായിട്ടുള്ള ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, അതിലൂടെ നമ്മൾ കടന്നു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. തിയററ്റിക്കലായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കണം, പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രാണാഹുതിയുടെ സഹായത്താലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. പ്രാണാഹുതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണസ്യ പ്രാണൻ, ജീവൻ്റെ ജീവൻ, എക്വാവിറ്റി ഓഫ് ലൈഫ്, പൂർണ്ണ സ്നേഹം എന്നെല്ലാം പറയാം. ആ സോഴ്സിൻ്റെ അതേ പ്യൂരിറ്റിയുള്ള ഫ്ലോ. ഇപ്പോൾ ഗംഗാനദിയുടെ ഉദാഹരണം എടുക്കാം. ഗംഗോത്രിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന ആ ഗംഗ അതേ പരിശുദ്ധമായ ജലം ആയിട്ട് കടലിലേക്ക് പോവുകയാണെങ്കിൽ ഗംഗ മുഴുവൻ പ്യുവർ വെള്ളമായിരിക്കും, കടലും പ്യുവർ വെള്ളമായിരിക്കും. എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം. ഇപ്പം അങ്ങനെയാണോ? തീർച്ചയായിട്ടും അല്ല. ഈ ഗംഗ ഒഴുകുന്ന വഴി, ഏത് പുഴ ഒഴുകുന്ന വഴിയിലും അതിൽ പല കാര്യങ്ങൾ മിക്സാവുന്നു. കടലിലെ തീവ് അത് ഉപ്പുരസം ഉണ്ടാവുന്നു. ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ജീവികൾക്ക് കടലിൽ ജീവിക്കാൻ പറ്റില്ല. കടലിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഫ്രഷ് വാട്ടറിൽ ജീവിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മുടെ ബോധതലങ്ങൾ. ആ പ്യുവറായിട്ടുള്ള ആ ഫ്ലോ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പരംധാമം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ആ സോഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ നിന്നും ഈ ഫ്ലോ ഉദ്ഭവിക്കുന്നത് ചിന്ത എന്ന രൂപത്തിലാണ്. പരിശുദ്ധമായിട്ട് ചിന്തയായിട്ട് തുടങ്ങുന്നു, പ്രാർത്ഥനാഭാവമായിട്ട് ചിന്തയായിട്ട് തുടങ്ങുന്നു. ആ ഫ്ലോ നമ്മളിലൂടെ പ്രവഹിക്കുമ്പോൾ, സൂക്ഷ്മ ശരീരം എന്ന് പറയും, നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിലൂടെ പ്രവഹിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള പലതരത്തിലുള്ള സംസ്കാരങ്ങൾ, നമ്മൾ സൃഷ്ടിച്ചുള്ള പലതരത്തിലുള്ള പേഴ്സണാലിറ്റീസുമായിട്ട് അത് കണ്ടുമുട്ടുന്നു.
അപ്പോൾ ആ പ്യുവറായിട്ടുള്ള ഫ്ലോ അത് ക്രമേണ ഡൈല്യൂട്ടായിട്ട് അവസാനം ജാഗ്രത അവസ്ഥയിൽ സ്വാർത്ഥ തലത്തിലുള്ള ഒരു ഫ്ലോ മാത്രമായിട്ട് മാറുന്നു. ഏത് പേഴ്സണാലിറ്റിയാണ് എപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാൻ ജാഗ്രത അവസ്ഥയിലിരിക്കുന്നു. ആൽഷിമേഴ്സ് ഡിസീസൊക്കെ വരുമ്പോൾ ഞാൻ പോയി. അപ്പോഴാണ് പലതരത്തിൽ പേഴ്സണാലിറ്റീസ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. അത്ഭുതം തോന്നുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ബോധം നഷ്ടപ്പെടുമ്പോഴാണ് പിച്ചും പേയും പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ തരത്തിലാവാതെ ആ പ്യുവറായിട്ടുള്ള ഫ്ലോ ഈ പേഴ്സണാലിറ്റീസിനെല്ലാം ഞാൻ പ്യുവറാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പേഴ്സണാലിറ്റീസിനെയാണ് നമ്മൾ ദേവീ ദേവന്മാർ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം പ്യൂരിഫൈ ചെയ്തിട്ട് എല്ലാവരും ആ ഫ്ലോ തന്നെ നൽകുന്ന ശക്തികളായിട്ട് മാറും. അപ്പം അതിനാണ് നമ്മൾ ഈ സാധന ചെയ്തത്. ഈ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം, നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചക്രങ്ങളെയും നമ്മൾ പ്യുവറാക്കുകയാണ്. അപ്പോൾ ആ ഫ്ലോ പോകാൻ അനുവദിക്കുന്ന രീതിയിൽ ആക്കി മാറ്റുകയാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കണ്ണടച്ചിരുന്ന് നമ്മൾ ആ സമാധി അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ അവിടെ എത്തുന്നു. ആ ഫ്ലോയിൽ അവിടെ തന്നെ നിൽക്കുന്നു. അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ ആ ഡിവൈൻ കറൻസ് പുറത്തേക്ക് ഒഴുകുന്ന രീതിയിലാവണം നമ്മുടെ ചിന്തകളും വാക്കുകളും. ലാലാജി മഹാരാജ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനിൽ പറയുന്നു, ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഉയർച്ചയും താഴ്ചയും ഇല്ലാത്ത സംഭാഷണമാവണം. പ്യുവറായിട്ടുള്ള ഫ്ലോയിൽ ഈ തരത്തിലുള്ള ദ്വന്ദ്ങ്ങളില്ല. ഒച്ചയ്ക്ക് പറയുക, ഒച്ചയില്ലാണ്ട് പറയുക, ദേഷ്യത്തോട് പറയുക, ദേഷ്യമില്ലാണ്ട് പറയുക, എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു ഫ്ലോ ആയിട്ട് മാറുന്നു. ആ ഡിവൈൻ കറൻറ്റിൻ്റെ ഫ്ലോ, ആ സത്യത്തിൻ്റെ ഫ്ലോ ആയിട്ട് മാറും. അപ്പോൾ അത് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോ ഡയറക്റ്റായിട്ട് എല്ലാവരും ഹൃദയത്തിലേക്ക്, മനുഷ്യന്മാരുടെ മാത്രമല്ല എല്ലാവരും ഹൃദയത്തിലേക്ക് അത് വ്യാപിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ എൻ്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ചിന്തകളെയും പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കൂടെ കൂട്ട് നിന്നിട്ടുള്ള പേഴ്സണാലിറ്റീസ്, ചിന്താഗതികൾ നമ്മൾ അവഗണിച്ചു ആദ്യം. കാരണം എനിക്ക് ലക്ഷ്യത്തിലെത്താണ്ട്, നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ട്. അവരൊക്കെ നമുക്ക് വേണ്ടി മാറി നിന്നു. അവർ അവഗണിക്കുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാതെ മാറി നിൽക്കുകയാണ്. പ്രാണാഹുതിയിൽ ഫ്ലോ ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഓരോരുത്തരെയും പവിത്രീകരിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്നും പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും പവിത്രീകരിക്കുക. അപ്പോൾ ഇത് ശരിക്കൊരു യൂണിവേഴ്സൽ പ്യൂരിഫിക്കേഷനാണ്. നമ്മൾ ഓരോരുത്തരും ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ പ്യൂരിഫിക്കേഷൻ സംഭവിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മുടെ ഉള്ളിലുള്ളത് പ്രപഞ്ചത്തിൻ്റെ അതേ ഫ്ലോ തന്നെയാണ്. ആ ഫ്ലോ എന്നിട്ട് ചിന്ത പ്യൂറായിട്ട് വാക്കുകളിലൂടെ പ്രവഹിക്കുമ്പോൾ അതേ ഗംഗ തന്നെയായിട്ട് ഒഴുകട്ടെ, അതേ പ്യുവറായിട്ട് തന്നെ ഒഴുകട്ടെ, സൈലൻസായിട്ട് ഒഴുകട്ടെ. അതുകൊണ്ടാണ് സൈലൻസ് ഇത്രയും പ്രാധാന്യം വരുന്നത്. സൈലൻസിൽ കൺവേ ചെയ്യാൻ പറ്റാത്തത് വാക്കുകൊണ്ട് കൺവേ ചെയ്യാൻ പറ്റില്ല. വാക്കുകൾ സൈലൻസിനെ മോഡിഫൈ ചെയ്യുന്നതാവരുത്, സൈലൻസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവണം, സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ പല ലെവൽസിലുള്ള ആൾക്കാർ, ജീവജാലങ്ങൾ, അവരോട് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലോ തന്നെ അവിടെ വരട്ടെ. ഒരിക്കലും അവിടെ ലോ പിച്ച് ഹൈ പിച്ച് വരാതെ ശ്രദ്ധിക്കുക. നമുക്ക് അത്രേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടുള്ള സൈലൻസിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. സൈലൻസ് നിലകൊള്ളുകൊണ്ട് കോൺവെർസേഷൻ നടത്തുക. ഒരിക്കലും ഒരു നെഗറ്റീവ് സജഷൻ വരാതിരിക്കുക. ഡിവൈൻ കറണ്ടിൽ ഒരിക്കലും നെഗറ്റിവിറ്റി ഇല്ല, പ്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ വാക്കുന്നോ എൻ്റെ പ്രവർത്തിന്നോ എവിടെ നിന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് എന്നെ കണ്ടാൽ അദ്ദേഹത്തെ തന്നെ ഓർമ്മ വരും. ഗംഗ കടലിലെത്തിയാലും ഗംഗ പോലെയാണെങ്കിലും കടലിലെ വെള്ളം കുടിക്കുമ്പോഴും ഗംഗയിൽ നിന്ന് കുടിച്ച പോലെയായിരുന്നു. അതുപോലെ എൻ്റെ വാക്കുകളിലൂടെ വരുന്നതും എൻ്റെ ചിന്തകളിലെ കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ നിന്ന് വ്യത്യാസമില്ല. അതാണ് സേ വാട്ട് യു മീൻ വാട്ട് യു സേ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ഈ ഒരു തത്വത്തെ ഉൾക്കൊള്ളാം. നമുക്കത് ഇന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.